എൻ്റെ ബ്ലോഗിന് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന അതിമനോഹരമായിട്ടുള്ളൊരു കഥയാണ്. ഞാൻ ഇത് കുറേ നാളിങ്ങനെ എഴുതി വെച്ച് ഇത് സിനിമയാക്കണോ എന്താക്കണോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ GP-യുടെയും പേളിമണിയുടെയും ഒരു ഷോ കണ്ടിട്ട് അങ്ങനെ ആ കാര്യം തീരുമാനിച്ചു. ഇതെന്തായാലും ഒരു നല്ലൊരു സ്റ്റോറിയാക്കി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ വിചാരിച്ചു. അതിന് എനിക്ക് ഒരു ഐഡിയ തന്നെ നമ്മളെ പേളിക്കും GP-ക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ താങ്ക് യു. കാരണം അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എൻ്റെ സ്റ്റോറി ഒരു എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറഞ്ഞുവിടാം. ഈ കഥ തുടങ്ങുന്നത്, ഈ കഥയുടെ പേര് വീട്ടിലേക്കുള്ള വരി. ഈ വീട്ടിലേക്കുള്ള വരി എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരു അത്ഭുതം വരും. കാരണം അവൻ്റെ ഉമ്മ അവൻ അത്രത്തോളം സ്നേഹിച്ചു. അങ്ങനെ അവൻ്റെ ഉമ്മ നെഞ്ച് വേദന വന്ന് മരിക്കുന്ന ഒരു സംഭവമാണത്. അപ്പം ഇവൻ ഷവർമ ഷോപ്പിൽ നിൽക്കുക. പെട്ടെന്ന് ഈ ഓണർ ഈ ഉമ്മറന്നടുത്ത് വന്ന് പറഞ്ഞ്, മോനെ നിൻ്റെ ഉമ്മ ഖദീജ ബീവി മരിച്ചുപോയി. അവൻ്റെ ഉമ്മയുടെ പേരാണ് ഖദീജ. ഇത് കേട്ട ഉടനെ അവനും വീട്ടിലോട്ടൊക്കെ വന്ന് എല്ലാം കഴിഞ്ഞ ശേഷം അവന് വിഷമം താങ്ങാൻ പറ്റിയില്ല. ആ വിഷമം താങ്ങാൻ പറ്റാതെ അവൻ റൂമിൽ കയറി കതകടിച്ചു. പുള്ളി പിന്നെ ആ ഷോപ്പിലോട്ട് പോയതില്ല. പിന്നെ രണ്ടാമതൊരു പ്രാവശ്യം ഖബർ അടക്കം എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഉമ്മറിൻ്റെ ആ സെക്യൂരിറ്റിയും മാനേജർ ഒന്നിച്ച് വിളിച്ചു. പിന്നെ കിട്ടിയില്ല ഫോണിൽ. അങ്ങനെ വീട്ടിൽ വന്ന് സംസാരിച്ചു. ഉമ്മറെ, നിനക്ക് ഞാൻ നല്ലൊരു +1 +2 ഒക്കെ നല്ല മാർക്കോട് ജയിച്ച് നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. അതുകൊണ്ട് ആ ഒരു നല്ലൊരു കോളേജ് അവന് സെലക്ഷൻ കിട്ടി. അവിടെ വെച്ചൊരു കുട്ടിയായിട്ട് ഇഷ്ടത്തിലായി. പക്ഷേ കുട്ടിയായിട്ട് ഇഷ്ടത്തിലായതല്ല, കുട്ടിക്ക് അവനെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇവന് ആ കുട്ടി ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ഇവൻ്റെ മാനേജർ ഇവനൊരു നല്ലൊരു ബൈക്ക് എടുത്ത് കൊടുത്തതിന് ശേഷം പുള്ളി വീട്ടിൽ പിന്നെ മാനേജർ വേറൊരു കാര്യങ്ങൾ പറഞ്ഞു. നീ വീട്ടിൽ ചടഞ്ഞു കൂടിയിരിക്കാതെ നീ കോളേജിലൊക്കെ പോയി പഠിച്ച് മിടുക്കനായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഇവളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു, ഉമ്മറെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മർ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നീ എൻ്റെ കൺമുമ്പിൽ പോലും വരരുത്. അപ്പോൾ അത് ആ കുട്ടിക്ക് വല്ലാത്തൊരു ഉമ്മക്കുൽസു എന്നാണ് അവളുടെ പേര്. അവൾക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു കേട്ടോടന്ന്. അതെല്ലാം കഴിഞ്ഞു. പിന്നീട് ഇവന് ഒരു ചേച്ചിയമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയമ്മ ഇവൻ്റെ വീട്ടിൽ വന്ന് കാര്യമൊക്കെ അന്വേഷിച്ചപ്പം ഇങ്ങനെയാണ് കാര്യമെന്ന് അറിഞ്ഞപ്പം ഇവനെ ഒരു വളർത്തു മോനായിട്ട് മരിക്കുന്നതിന് മുമ്പേ ഇവൻ്റെ ഉമ്മ ഇവൻ്റെ അടുത്ത് പറഞ്ഞു കുറേ കാര്യങ്ങൾ. അതിലൊരാളാണ് ഈ ചേച്ചിയമ്മ. വല്ലാത്ത സങ്കടമായിരുന്നു അവന്. ആ അമ്മയെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ സന്തോഷം കൊണ്ട് ആരാടി. അങ്ങനെ ഈ ഇഷ്ടമെന്ന് പറഞ്ഞ കുട്ടി ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ ചേച്ചിയമ്മയടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചിയമ്മ എനിക്ക് ഉമ്മറിനെ ഇഷ്ടമാണ്, അവനെ എന്നെ ഇഷ്ടമല്ല. അപ്പം അവൻ്റെ ചേച്ചിയമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷം കുറേ നാളായിട്ട് അവനിങ്ങനെയാണ്. അതെല്ലാം കഴിഞ്ഞ് ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കണ്ട് സംസാരിച്ചു. അപ്പം ഉമ്മറെ, നിനക്ക് എൻ്റെ അടുത്ത് ഇപ്പോഴും ദേഷ്യമുണ്ടോ എന്ന് ഈ ഉമ്മക്കുൽസു ചോദിച്ചു. അത് കേട്ടുടനെ അതുണ്ട്, കുറച്ച് നാളത്തേക്കെങ്കിലും നീ എൻ്റെ മുമ്പിൽ വരരുത്, എനിക്കതിഷ്ടമല്ല. ഒന്നാമത് ഞാൻ ഒരു വല്ലാത്തൊരവസ്ഥ നിൽക്കുകയെന്ന് പറഞ്ഞു.
ഈ ഉമ്മക്കുൽസുവിൻ്റെ അടുത്ത് ഈ ഉമ്മർ. അതെല്ലാം കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവനൊരു ജോലി കിട്ടി, എൻജിനീയറായിട്ട് ദുബായിൽ. അവിടെ എൻജിനീയറായിട്ട് പോകുന്നതിന് മുമ്പേ ആൾ ഒന്ന് കണ്ടു. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് അന്ന് ഉമ്മ മരിച്ചതിൻ്റെ ആ വിഷമത്തിലാണ് ഞാൻ നിൻ്റെ അടുത്ത് അങ്ങനെ മാറിയത്. ഇനി ഞാൻ ഒരിക്കലും നിൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറത്തില്ലാന്ന് ഉമ്മർ പറഞ്ഞു. അപ്പം എനിക്ക് നിന്നെ കാണാൻ ഒരു പെങ്ങളുടെ സ്ഥാനത്താണ് കാണാൻ ഇഷ്ടമെന്നുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ദുബായിലൊക്കെ പോയി. അപ്പോഴത്തേക്ക് ഇവളെ പുറകെ വേറൊരു പയ്യൻ നടക്കുന്നു, അബ്ദുള്ള എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ നടക്കുമ്പോൾ അത് ഉമ്മർ അറിഞ്ഞു. ഉമ്മർ ഇതെങ്ങനെയോ അറിഞ്ഞു, ഗൾഫിൽ നിന്ന് പറഞ്ഞു. അപ്പം എന്താ പറയുക, ആൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല ശരിക്കും പറഞ്ഞു. ആൾ അന്നേരെ ഉമ്മർ അന്നേരെ ഉമ്മക്കുൽസുവിനെ വിളിച്ചു. ഉമ്മക്കുൽസു പറഞ്ഞു, എനിക്ക് പ്രണയം, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് അയാൾക്ക് തുറന്നു പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞു ഉമ്മർ നാട്ടിൽ വന്ന്, ദുബായിൽ നിന്ന് നാട്ടിൽ വന്ന് ഇയാളെ കണ്ട് സംസാരിച്ചെല്ലാം പറഞ്ഞു. എൻ്റെ പെങ്ങളെ ആരെന്തെങ്കിലും പറഞ്ഞ് എനിക്ക് ദേഷ്യം വരും, അവൾ പുറകെ നീ നടക്കണ്ട, അവൾ ചതിക്കാനൊന്നും നോക്കണ്ട. അങ്ങനെ ഉമ്മർ അവനെ എടുത്തിട്ട് നല്ല രീതിയിൽ പെരുമാറി. അതിനുശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നല്ലൊരു തീരുമാനത്തിനെത്തി. ഉമ്മറും അബ്ദുള്ളയും നല്ല ഫ്രണ്ട്സായി. പിന്നീട് അവളുടെ ഉമ്മക്കുൽസുവിൻ്റെ വീട്ടുകാരെല്ലാം തീരുമാനിപ്പിച്ചുറച്ച് അബ്ദുള്ളയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അവൻ്റെ മനസ്സിൽ അവളോട് ഇത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു, കെയറിങ് ഉണ്ടായിരുന്നു. ഒരു പ്രണയിനി അല്ല അവിടെ വേണ്ടത്. അവൻ പറഞ്ഞു, കല്യാണത്തിന് മുമ്പേ പറഞ്ഞു അവൻ കാര്യം, ഒരു പ്രണയിനിയല്ല വേണ്ടത്, ഒരു ആങ്ങള പെങ്ങൾ ബന്ധുവാണ്. കണ്ടാൽ ആരും നെട്ടിത്തഴച്ചു പോകുന്ന നല്ലൊരു സൗഹൃദമായിരുന്നു. എന്താ പറയുക, ഒരു ആങ്ങള പെങ്ങളെ ബന്ധുവായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇവരുമായിട്ട് കണ്ടുമുട്ടി. ഇവർ രണ്ടുപേരായിട്ട് കണ്ടുമുട്ടി. അന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ തമാശ രീതിയിൽ പറഞ്ഞ് ചിരിച്ചു. അപ്പോൾ അതെല്ലാം പറഞ്ഞ് ഇവനെ ചായ വിളിക്കാൻ രണ്ടുപേരും ചായ കുടിക്കാൻ ഇവരെ രണ്ടുപേരും വിളിച്ചു. ഉമ്മർ ചെന്നു. ഉമ്മർ പണ്ടത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇണക്കത്തിലായി. പിന്നീട് ഉമ്മറിൻ്റെ കല്യാണം കഴിഞ്ഞു. നല്ലൊരു മഞ്ചത്തിക്കുട്ടി, ആയിഷ ആ മഞ്ചത്തിക്കുട്ടിയുടെ പേര്, നല്ല സുന്ദരിയാണ്. അപ്പം ഈ മുന്നിൽ നിന്ന് ഈ ആൻറ്റി അമ്മയും അല്ലെങ്കിൽ ചേച്ചി അമ്മയും ഉമ്മക്കുൽസു എന്ന് പറയുന്ന പെങ്ങളും അതുല്ല എന്ന് പറയുന്ന അവൻ്റെ അളിയനും അവൻ്റെ ജീവിതത്തിൽ അവർ മാത്രമേ ഉള്ളൂ അവന് താങ്ങായും തണലായി. അങ്ങനെ അവളെയും കൊണ്ട് ഉമ്മർ ദുബായിലോട്ട് പോയി. അതിമനോഹരമായിട്ടുള്ളൊരു എന്താ പറയുക ലൈഫായിരുന്നു. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർത്ത് അവനും ഹാപ്പിയായി, അവൻ്റെ ജീവിതം ഹാപ്പിയായി. അവരും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 വർഷത്തിന് ശേഷം കണ്ടു. അവർ സന്തോഷവാനായി അങ്ങനെ ഇരുന്നു. അപ്പം ഇതോടെ എൻ്റെ ഈ കഥ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. +2 ജീവിതം അവനെ വേദനിപ്പിക്കുന്നൊരു ദിവസമായിരുന്നു. അവൻ്റെ ഉറ്റവരില്ല, ഉയടവരില്ല, എല്ലായിടത്തും അവൻ ഭയങ്കര ദേഷ്യമായിരുന്നു. നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു +2ലും +1ലും. അവൻ്റെ ജീവിതത്തിൽ ഒരാൾ വന്നതിന് ശേഷം അവന് വല്ലാത്തൊരു മാറ്റം അവിടെ സംഭവിച്ചു. അങ്ങനെ അവൻ ആളാകെ മാറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ കൊച്ചു ബ്ലോഗിൽ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.